PM ശ്രീയിൽ നിന്ന് പിൻവാങ്ങുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ ജനങ്ങളെ അങ്ങനെ ബോധ്യപ്പെടുത്താൻ തക്കവണ്ണമുള്ള ചില പരാമർശങ്ങളിലൂടെ അല്ലെങ്കിൽ ചില നീക്കങ്ങളിലൂടെ കാര്യങ്ങൾ ഒത്തുതീർപ്പാക്കി മുന്നോട്ട് പോകുന്നു തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യത്തിൽ എന്നതൊഴിച്ചാൽ യഥാർത്ഥത്തിൽ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ എന്നതാണ് വാസ്തവം. ഇപ്പോൾ പഞ്ചാബിൻ്റെ ഉദാഹരണം നമ്മൾ പറഞ്ഞു. പഞ്ചാബിൻ്റെ ഏതാണ്ട് 500 ചില്ലുവാനും കോടി രൂപയാണ്, അന്ന് 550 കോടിയോളം രൂപയാണ് തടഞ്ഞു വെച്ചത്. അത് വിട്ടുകിട്ടുന്നതിന് വേണ്ടി, അതായത് ആദ്യഘട്ടത്തിൽ ഇതേ കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചത്. PM ശ്രീയിൽ ഒപ്പിടുന്നു, അതിനുശേഷം അതിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് 4-5 തവണ കത്ത് കൊടുക്കുന്നു. പക്ഷേ അതിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുന്നില്ല. അതിനുശേഷം കേന്ദ്രത്തിന് വഴങ്ങുക തന്നെയാണ് SSA ഫണ്ട് തടഞ്ഞു വെക്കുന്നു. അതിനുശേഷം അത് ഒത്തുതീർപ്പിക്കുന്നു. ഇവിടെ അത് തന്നെയാണ്, ഫണ്ട് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഫണ്ട് തടഞ്ഞു വെച്ചിരിക്കുന്ന സാഹചര്യം 980 കോടി രൂപ തടഞ്ഞു വെച്ചിരിക്കുന്ന സാഹചര്യമാണ് സംസ്ഥാനത്തിനുള്ളത്. അപ്പോൾ ആ ഫണ്ട് എന്തായാലും ഇപ്പോൾ ധാരാളം ക്ഷേമ പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ചത് കൊണ്ട് തന്നെ തീർച്ചയായും എല്ലാ ഫണ്ടുകളും ആവശ്യമാണ്. പിന്നെ ഈ ഫണ്ട് നേരെ ക്ഷേമ പദ്ധതികൾക്ക് പോകുന്നതല്ല, അത് വേറൊരു തെറ്റിദ്ധാരണയാണ്. ഇന്നലെയൊക്കെ നടന്ന പല ചർച്ചകളിലും നമ്മൾ അങ്ങനെ കേട്ടു. അതായത് ഈ പൈസ വിട്ട് കിട്ടാതെ നമ്മൾക്കൊന്നും ചെയ്യാനാവില്ല, ശമ്പളം കൊടുക്കാനാവില്ല എന്ന് പറയുമ്പോൾ ക്ഷേമ പദ്ധതികൾ എങ്ങനെയാണ് പ്രഖ്യാപിക്കുന്നത്? ഈ ഫണ്ടെല്ലാം പല വഴിക്ക് പല രീതിയിൽ വരുന്നതാണ്. ഇതിൻ്റെ എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതിൻ്റെ സാങ്കേതികമായ വശം, ഇതിൻ്റെ സോഫ്റ്റ്വെയർ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നതിൻ്റെ പ്രശ്നം, ഇങ്ങനെ 100 പ്രശ്നങ്ങളിൽ ചുറ്റിത്തിരിഞ്ഞ് കിടക്കുന്ന സംഗതികളാണ്. അപ്പോൾ ഈ ഫണ്ട് ലഭിക്കാൻ തീർച്ചയായും PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോയേ പറ്റൂ. ആ ഫണ്ട് വച്ച് ഇനി അങ്ങോട്ട് SSK സമഗ്ര ശിക്ഷാ അഭിയാൻ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായും ആ ഫണ്ട് കിട്ടണമെങ്കിൽ ഈ PM ശ്രീ നടപടിയുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് കാണുമ്പോൾ തോന്നുന്നത്, PM ശ്രീ എന്ന ബോർഡ്, ഇപ്പോൾ പല മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്, PM ശ്രീ എന്നുള്ള ബോർഡ് ഒരിക്കൽ വെച്ചാൽ പിന്നെ അത് മാറ്റാൻ പറ്റില്ല. മാറ്റണ്ട. ഇപ്പോൾ PM ശ്രീ, ഇപ്പോൾ ജവഹർ നവോദയ എന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടായിരുന്നത്? ജവഹർ നവോദയ, ഏത് ജവഹറിനെ ഉദ്ദേശിച്ചിട്ടാണ് ജവഹർ നവോദയ വന്നത്? അത് ജവഹർലാൽ നെഹ്റുവിനെ തന്നെ ഉദ്ദേശിച്ചിട്ടാണ്. അപ്പോൾ PM ശ്രീ, ഇത് പ്രൈം മിനിസ്റ്റർ എന്ന് പറയുമ്പോൾ അത് എല്ലാ കാലത്തേക്കും നമ്മളിത് ജവഹർലാൽ നെഹ്റുവിനെ ഉദ്ദേശിച്ച് വെച്ചതാണെന്ന് അങ്ങ് കണക്ക് കൂട്ടിക്കോണം. അല്ലെങ്കിൽ PM ശ്രീ എന്നത് നമ്മൾ നോക്കേണ്ടത് എന്താണ്? ഇതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായം കേട്ടോ ഞാൻ പറയുന്നത്. ഈ മൊത്തം സംഭവവികാസങ്ങളുടെ അവസാനം എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറയാം. വർഗീയമായ കണ്ടൻറ്റുള്ള വിദ്യാഭ്യാസ പദ്ധതി ഒരു കാരണവശാലും ഇവിടെ നടപ്പാക്കാൻ പാടില്ല. ഈ ദേശീയ വിദ്യാഭ്യാസ നയം എന്നത് ഇവിടെ നടപ്പാക്കേണ്ടി വരുമെങ്കിൽ ഒരു സംശയം വേണ്ട, അതിലെ വർഗീയമായ സംഗതികൾ ഒഴിവാക്കി തന്നെ നടപ്പാക്കേണ്ടതുണ്ട്. ഒഴിവാക്കുന്ന ദേശീയ കരിക്കുലത്തിൽ നിന്ന് ഒഴിവാക്കുന്ന കാര്യങ്ങൾ കേരളത്തിൽ വിദ്യാർത്ഥികൾ പഠിക്കണമെന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പും കേരളത്തിലെ സർക്കാരും കേരളത്തിലെ സമൂഹവും ആഗ്രഹിക്കുന്നത് പഠിപ്പിക്കാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടാവണം.